സാങ്കേതിക തകരാറുകൾ കാരണം എനിക്ക് ഈ ജാക്കറ്റ് ഇട്ടിട്ട് എൻ്റെ ഗോ ടു മേക്കപ്പ് ലുക്ക് ചെയ്യേണ്ടി വരും. സോ അത് നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ഇവിടേക്ക് നോക്കിയാൽ മതി. സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ ഗോ ടു മേക്കപ്പ് ലുക്ക് ദാറ്റ് നോബഡി ആസ്ക്ഡ് ഫോർ. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബോബി ബ്രൗണിൻ്റെ വിറ്റമിൻ എൻറിച്ച്ഡ് ഫേസ് ബേസ് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആയിരുന്നു. ഇത് നല്ല സൂപ്പർ സാധനമാണ്. പക്ഷേ ഇത് കണ്ടോ, തീർന്നു പോയി. അല്ലെങ്കിൽ വേണ്ട, ഇതിൽ നിന്നുള്ളത് ഞാൻ തുടച്ചെടുക്കും ഗൈസ്. ഇതിനകത്ത് കുറച്ചും കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ദ മലയാളി ഇൻ മീ ഇത് വേസ്റ്റ് ആക്കാൻ സമ്മതിക്കില്ല. സോ ഇത് ഞാൻ യൂഷ്വലി കൈ കൊണ്ടാണ് ചെയ്യാറ്. ഈ മറ്റേ എസ്തറ്റിക് ആയിട്ടുള്ള ബ്രഷും കൊണ്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എൻ്റെ അടുത്തുനിന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇപ്പം കൺസീലർ ആയിക്കോട്ടെ, ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കിന്നിൽ ഇട്ടിട്ട് അതിനിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റണം സ്കിന്നിൽ കൂടെ. അപ്പോഴേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഇങ്ങനെ ഭയങ്കര ഫൈനായിട്ടുള്ള ഈ വരകളൊക്കെ വരും, വിച്ച് ഇസ് നോട്ട് ദാറ്റ് ഗുഡ്. ഇനി എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ മറ്റേ ടു ഫേസ്ഡിൻ്റെ മൾട്ടി യൂസ് സ്കൾപ്റ്റിംഗ് കൺസീലറാണ് ഇരിക്കുന്നത്. എനിക്കറിയില്ല, സാധാരണ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടാവുകൊണ്ട് ഞാനും അങ്ങനെ കാണിച്ച്. ഒരു സുഖം. ഇതൊരുമാതിരി എന്തത് പുലിക്കളിക്ക് വന്നോ? അയ്യോ, എക്സ്പോഷർ കൂടി പോയി. ഞാൻ ഇത് വെച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പോയി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റേ ബ്രഷൊക്കെ വെച്ചിട്ട് തുടച്ച് ഒരു സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച്. ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ, എനിക്കറിയുന്ന രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഉപയോഗിക്കുന്നത് ഈ രണ്ട് സാധനങ്ങളാണ്. ഇതൊരെണ്ണം പിക്സിയുടെ മറ്റേ കളർ പാലറ്റ് പോലെ. ഇത് ലിപ് ബ്ലഷാണ് സംഭവം. ഇത് ഞാൻ ലിപ്പിൽ ഉപയോഗിക്കാറുണ്ട്, എൻ്റെ ചീക്സിൽ ബ്ലഷായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ചില സമയത്ത് ഇത് ഐ ഷാഡോ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. ഇഷ്ടമായില്ലെങ്കിൽ മാറ്റാം, കേട്ടു. ഇവിടെ സ്വീഡനിൽ ഒരു പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ചിലപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ പോവായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഇവിടെ ആൾക്കാർ നല്ല സൂപ്പറായിട്ട് 2 മണിക്കൂർ എടുത്ത് മേക്കപ്പ് ചെയ്ത് അവരുടെ ഒരു ബേസ് മേക്കപ്പ് ഒക്കെ കാണണം. അതാണ് മേക്കപ്പ്. അങ്ങനെ ഞാൻ മേളത്തെ ഐ ഷാഡോ കുറച്ച് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ കണ്ണിൻ്റെ താഴെയും കൂടെ കുറച്ച് ചെയ്യാനുണ്ട്. എൻ്റെ ഈ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മേബിലിൻ്റെ ഇത് കുറച്ച് ഒരു ന്യൂഡ് ഷെയ്ഡിൻ്റെ പാലറ്റാണത്. ദ ബ്ലഷ്ഡ് ന്യൂഡ്സ് മേബിലിൻ ന്യൂയോർക്ക്. ഇതിൻ്റെ ബാക്കിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ കമ്പൈൻ ചെയ്യാം, എങ്ങനെയൊക്കെ ഇടാമെന്നുള്ളതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. പക്ഷെ ഞാനതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളൂ. സോ മസ്കാര ഇടണം ഗൈസ്. മസ്കാര എനിക്കറിയത്തില്ല ഇതൊക്കെ ഏതാ. ഇത് റിമെൽ ലണ്ടൻ്റെ സ്കാൻഡലസ് വോളിയൂം ഓൺ ഡിമാൻഡ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു സാധനം തന്നെയാണ്. കണ്ണിടുമ്പോൾ അത്യാവശ്യം ഞാൻ ഡിഫറൻസ് അറിയാറുണ്ട്. പൊതുവേ ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി കംഫർട്ടബിൾ ഇൻ യുവർ ഓൺ സ്കിൻ. അപ്പോൾ എനിക്ക് എന്താണോ കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് ഞാൻ അതാണ് പൊതുവേ ചെയ്യാറ്. അതിന് ഇപ്പോൾ ഈ മേക്കപ്പ് ട്യൂട്ടോറിയലിൽ ആദ്യം ഇത് പിന്നെ അങ്ങനെയുള്ള പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ടല്ലോ, ഞാൻ അതൊന്നും ഫോളോ ചെയ്യാറില്ല. ഞാനത് കാണും, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാനത് പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് മെസ്സിയസ്റ്റ് മേക്കപ്പ് വീഡിയോ ദാറ്റ് യു ഹാവ് എവർ സീൻ. സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. ഞാനിത് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഐബ്രോസ്
ഞാനിവിടെ സ്വീഡനിൽ വന്നതിന് ശേഷം ഐബ്രോസ് ഞാൻ എടുത്തിട്ടേ ഇല്ല. മല പോലെ എൻ്റെ ഐബ്രോസ് ചെയ്യണം. അതെനിക്ക് നാട്ടിൽ ചെയ്തു തരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയടുത്ത് മാത്രമായിരുന്നു ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് വേറൊരാളുടെ അടുത്ത് കൊണ്ടുപോയി മല എന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ പ്രത്യേകിച്ച് സ്വീഡിഷും കൂടെ ആയതുകൊണ്ട് ഇവരോടൊക്കെ ഇതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് എനിക്കറിയത്തില്ല. സോ ഞാൻ തന്നെ ഒരു എന്താ പറയുക, മറ്റേ റേസർ ഉണ്ടല്ലോ ഈ ഐബ്രോസിനൊക്കെ വേണ്ടിയിട്ടുള്ളത്, അത് മേടിച്ചിട്ട് ഞാൻ തന്നെ ചെയ്യലാണ് ഇപ്പം എൻ്റെ പരിപാടി. കണ്ണ് രണ്ട് കണ്ണെഴുതാം ഗൈസ്. പിന്നെ ഗൈസ് ഈ ഐലൈനർ എഴുതുന്ന സമയത്ത് തുമ്മിപ്പോയുള്ള പ്രശ്നം അതാ, ഈ കണ്ണെടുത്തി മേളിൽ മറിച്ചാവും. അത് ഇനി അടുത്തത് ബ്ലഷ്. ഗൈസ് ഇത് മറ്റേ സർക്കസിലിരിക്കുന്ന ജോക്കറിനെ പോലെ നിങ്ങൾക്കിപ്പൊ തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നേ ഉണ്ടാവില്ല. ബട്ട് എനിവേസ് ഇത് ഇപ്പൊ ശരിയാക്കി തരാം. ലാസ്റ്റ് ഹൈലൈറ്റർ. ഇത് എഫിന്റെ ഹൈലൈറ്റർ ആണ്. ഈ ഒരു ലിപ് ലൈനർ ഇത് ഐ തിങ്ക് ഇത് മാർസിന്റെ ആണെന്ന് തോന്നുന്നു. മാർസിന്റെ ഐ ഡോണ്ട് നോ, സ്റ്റീമി പിങ്ക് 09 വരുന്ന സ്റ്റീമി പിങ്ക് എന്ന് പറഞ്ഞൊരു ലിപ് ലൈനർ ആണിത്. എൻ്റെ ഒരു റിഗ്രറ്റ് ആണിത്. ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമാണ്, ഷാർലറ്റ് ടിൽബറിയുടെ ദിസ് ഇസ് പില്ലോ ടോക്ക് മീഡിയം ബ്ലർ. പക്ഷേ എനിക്കിത് ചേരത്തേയില്ല. പക്ഷെ ഇപ്പം എനിക്കിത് വലിയ പ്രശ്നമില്ലാത്ത പോലെ തോന്നുന്നു. ഐ എം ഗോയിങ് ടു മിക്സ് ഇറ്റ്. അപ്പോൾ എനിക്ക് അതുപോലെ കുറച്ചധികം റിഗ്രറ്റ്സ് ഉണ്ട്. വൺ റിഗ്രറ്റ് ഇസ് സെഫോറയുടെ മെയ്ഡ് ഇൻ ഇറ്റലി എന്ന് പറയും, ഹുദ ബ്യൂട്ടിയുടെ ഐക്കോൺ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്ക്. ഇതൊരുമാതിരി എന്നെ മറ്റേ പീച്ച് കളറിൽ പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കും. ഈ സെൻസേഷണൽ മീ ഇങ്ങനെയുള്ള ഷെയ്ഡ്സ് ഒന്നും എനിക്ക് അങ്ങനെ അധികം വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള ഒരു ഷെയ്ഡ് ഞാൻ ഉണ്ടാക്കും. അതിലല്ലേ ഗൈസ് ശരിക്കുമുള്ള പവർ ഇരിക്കുന്നത്. എന്തോ ഇങ്ങനെ ഒരു കളറാവും. ഇനി ലാസ്റ്റ് വരുന്നത് സെറ്റിംഗ് സ്പ്രേ. സോ ദിസ് വാസ് മൈ മെസ്സി മേക്കപ്പ് വീഡിയോ. വീഡിയോൻ്റെ ഫോർമാറ്റ് അങ്ങനെ അത്ര കറക്റ്റ് ഇല്ലെങ്കിലും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.